ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന രണ്ട് ഫാമിലി, ആ രണ്ടും നമ്മളുടെ ഫാമിലിയാണെന്ന് തോന്നിയ ഒരു ലെവലുണ്ടായിരുന്നു. കൂടെ ബിഗ് ബോസിനോട് ഭയങ്കര ദേഷ്യവും തോന്നിയിട്ടുണ്ടായിരുന്നു. ടാസ്ക് കൊടുക്കുക, ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം പേരൻസിനെയും വൈഫിനെയും കുട്ടീനെയും കാണാം എന്നുള്ള ഒരു ടൈമിൽ അനീഷിൻ്റെയും ഷാനവാസിനും ഓരോ ടാസ്ക് കൊടുക്കുന്നു. അത് സൂപ്പറായിരുന്നു കേട്ടോ. അവർ തീരുമാനിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ ഫാമിലികളെ കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് തുടക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ തന്നെ ലഹളയായിരുന്നു. അത് ഞാൻ രാവിലെ കണ്ടായിരുന്നു, അപ്പം തന്നെ സ്കിപ്പ് ചെയ്തു. ബില്ലി എന്ന് മഴക്കാണ്. അതിൽ അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിങ്ങാണ്, തുപ്പൽ തെറിപ്പിക്കും. നമ്മൾ ഒരാൾക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് സംസാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും തുപ്പലൊക്കെ തെറിക്കും. അതിങ്ങനെ വന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് തൂ എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ കേട്ടോ. പിള്ളേരെങ്ങനെ സഹിക്കണോ. ബിന്നിയുമായിട്ടുള്ള അടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയാണ് അനീഷ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്നത്തേത് കുറേ ബിസി ഷെഡ്യൂളാണെന്ന് തോന്നുന്നു. അവർക്ക് പിന്നെ നോമിനേഷൻ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. നോമിനേഷന് ശേഷമാണ് ഫാമിലി വരുന്നുണ്ടെന്ന് പറയുന്നത്. ദെൻ ഫാമിലി എൻട്രി ആകുന്നു. അതിന് മുമ്പൊരു സംഭവമുണ്ട്. ബിന്നിയുടെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഇല്ലാത്ത സ്ത്രീയാണെന്ന് തോന്നിപ്പോയി ബിന്നി. അത് ആർക്കും കൊടുക്കുന്നില്ല, അത് ക്യാൻസലായി പൊയ്ക്കോട്ടെ എന്ന്. ഈ ഒരു മനുഷ്യത്വമില്ലാത്ത കുറേ എണ്ണമാണ് ഇത്തവണ ഉള്ളതെന്ന് തോന്നുന്നു. നമുക്കത് ഉപകരിക്കത്തില്ല, എന്നാൽ ആർക്കെങ്കിലും കൊടുത്ത് ആരെങ്കിലും ഉപകരിക്കട്ടെ എന്നല്ല. അത് ഞാൻ അടുത്ത ആഴ്ച പോയി നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതെന്ത് തരം സംസാരമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിന്ന് 3 ഫാമിലി വന്നാലും ബിന്നിയുടെ ഫാമിലി വന്നതിനോട് എനിക്ക് ഒരു ഇതും തോന്നിയില്ല കേട്ടോ. സാധാരണ ഇപ്പം നമ്മൾ ഒരുപാട് സീസണൊക്കെ റിയാക്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും ഫാമിലി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബിന്നിയുടെ ഫാമിലിക്ക് അത്ര ഒരു ഇമ്പോർട്ടൻസേ തോന്നിയുള്ളൂ. പക്ഷെ മറ്റത് രണ്ടും ശരിക്ക് കരയിപ്പിച്ച് കളഞ്ഞു. കൂടെ ഒരു മ്യൂസിക് ഇട്ടിട്ട് ക്രൂക്കഡാണ് കേട്ടോ. വല്ലാത്ത സൈക്കോ ആണ് ബിഗ് ബോസ്. ആ മ്യൂസിക്, അതിൽ കുഞ്ഞുങ്ങൾ വന്ന് ഇറങ്ങുന്നത് ഇപ്പോൾ ഒന്നും പറയാനില്ല. ഭാര്യയും ഷാനവാസിൻ്റെ ഭാര്യയും മകള് രണ്ടുപേരും കണ്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, രണ്ടും ഗുണ്ടായെന്ന്. സത്യമായിരിക്കും കേട്ടോ. 50 ദിവസം കൊണ്ട് അവർക്ക് വേറെ അങ്ങോട്ട് പോകാൻ സമയമില്ലല്ലോ. അവർ ഫുൾ ടൈം ബിഗ് ബോസിൻ്റെ മുമ്പിൽ തന്നെയല്ലേ. വാപ്പായെ കാണാൻ കിട്ടുന്നതല്ലേ. മോളവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് നല്ലപോലെ പോളിങ് ചെയ്യുന്നുണ്ടാകാം. മറ്റേ കുട്ടി അങ്ങനെ തന്നെ ഒന്നിനും പോകത്തില്ല, നിങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരിക്കും. എന്തായാലും രണ്ടുപേരും വണ്ണം വെച്ചു എന്നുള്ള കമൻറ്റ് അത് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മാനാണ്. ബ്ലെസ്ഡാണ് ഫാമിലി എന്നുള്ളതാണ് വാസ്തവം. വളരെ സന്തോഷം തോന്നിയിരുന്നു. കുറച്ച് നേരം അവർക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ബിന്നിക്ക് എന്തിന് അങ്ങനെ ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ്. അതെന്തോ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ്. മറ്റേ അതിൽ 100 കൊടുത്ത ഒരു പവറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് കുറച്ച് ദിവസം അവർക്കൊപ്പം താമസിക്കാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് ക്രൂവൽറ്റിയുടെ മുഖമുദ്രയായ മിസ്റ്റർ അക്ബർ അവിടെ നിന്നൊരു കമൻറ്റ് പറയുന്നുണ്ട്. ബിന്നി പേടിക്കൊന്നും വേണ്ട, ബിന്നി ഈ ആഴ്ച ലാസ്റ്റ് പോകാനുള്ളതാണ്. അപ്പോൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ബിന്നി അധികം തുള്ളണ്ടെന്ന്. ഒരാൾ സന്തോഷിക്കുന്നത് അക്ബറിന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഡയലോഗായിരുന്നു. അതിനുശേഷം അതിലെടുത്ത് പോയി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ വരാനുള്ള ദിയാസുന മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും വരാറില്ലെന്ന്. അതിൽ പൊട്ടി കരയുകയാണ്. അതെനിക്ക് മനസ്സിലായില്ല. അത് നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. ഇവരുടെ ഒരു നോമിനേഷൻ ഉണ്ടായിരുന്നല്ലോ. നോമിനേഷനിൽ ഒനിൽ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയ. ഒനിൽ പറയുന്ന ഒരു കാര്യം, ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യണം. അപ്പം ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിട്ട് ഒനിൽ പറയുന്നതാണ് ഭയങ്കര സദാചാരവാദിയാണ് ലക്ഷ്മി ഇവിടെ എങ്ങനെ നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ലക്ഷ്മി പുറത്തു പോകേണ്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ ലക്ഷ്മി ഫാനൊന്നുമല്ല, ലക്ഷ്മി സപ്പോർട്ടറുമല്ല. പക്ഷേ ഒനിലിന് എന്ത് അധികാരമാണ് അത് പറയാൻ? പാതിരാത്രിയാകുമ്പം ഊഞ്ഞാലിൻ്റെ അടുത്ത് ഉണ്ടാകും. അഭിലാഷിന് പുറത്തു പോകാനുള്ള മെയിൻ കാരണം, ജിഷിനും അഭിലാഷും പുറത്തു പോകാനുള്ള മെയിൻ കാരണം ഈ ഒനിലിൻ്റെ ഒപ്പം വരുന്നുകൊണ്ട് കുണ്ടണി പറഞ്ഞതാണ്. അതാണ് പൊതുസമൂഹം അവർക്ക് വോട്ടിട്ട് കൊടുത്തത്. അവരെ കിട്ടി, അവർക്ക് അങ്ങ് വോട്ടിട്ട് കൊടുത്ത് അവരെ പിടിച്ച് പുറത്താക്കി. അതാണ് നടന്നത്. വാസ്തവത്തിൽ ഒനിൽ ഒരുത്തനാണ് ഈ കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ. അതാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇരുന്നുകൊണ്ട് പറയുന്നു സദാചാരവാദി ലക്ഷ്മിയാണെന്ന്. ഇയാൾ പറയേണ്ട സദാചാരവാദമല്ലേ? ഇയാൾ ഏത് നേരം ഇപ്പം ഞാൻ ആദ്യം വിളിച്ച അഭിലാഷ് മാത്രമാണ് പറയുന്നത്. നല്ല ആര്യനെ പറ്റിയിട്ട് തന്നെയാണ് ഇവരുടെ ഡിസ്കഷൻ. അനുമോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അനുമോളും കൂടെ ആ കൂട്ടത്തിൽ പോയി പെടാത്തൊരു കുറവേ ഉള്ളൂ. അതിലെ അനുമോളും ഒനിലും കൂടെ ഇരുന്നു കൊണ്ട് നല്ല സദാചാരം പറയുന്നുണ്ട്. പിന്നെ ജിഷേൽ ആര്യൻ്റെ കാര്യത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം അയാൾക്ക് പറയാം. അയാൾ പറയുമ്പോൾ ഉണ്ടെങ്കിയും ബാക്കിയുള്ളവർ പറയുമ്പോൾ പൊരിയങ്ങയും പോലെയാണ്. ഒരുമാതിരത്തെ വർത്തമാനം. എന്തായാലും ഒനിലിൻ്റെ ആ ഒരു നോമിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെവീൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നോമിനേഷൻ തന്നെയാണ്, സെയിം തിങ്. ജിഷേലിനെ നോമിനേഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് കുറച്ച് ഹിലേറിയസ് ആയിരുന്നു. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജിഷേൽ എന്ന് പറയുന്ന സ്ത്രീക്ക് വേറെ ഒരു പരിപാടിയും അറിയത്തില്ല. ആകെ കുറച്ച് ആലു പൊറോട്ടയും ചപ്പാത്തി ആലു പൊറോട്ട. പറയണതാരാ? ഏത് നേരം ഫുഡ് അടിച്ചു മാറ്റി തിന്നുന്ന, ഫുഡ് മോഷ്ടിക്കുന്ന, ഫുഡെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഫുഡ് കള്ളൻ നെവീൻ.
അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുള്ള മിക്കവാറും നോമിനേഷൻ ചെയ്യുമ്പോൾ എനിക്കൊന്ന് അവരവരുടെ ക്വാളിറ്റിയാണ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യണമെന്ന് തോന്നിയ ഒരു സെക്ഷനാണ് ഇന്നത്തെ എപ്പിസോഡ്. പിന്നെ അനീഷിൻ്റെ പേരൻസ് വന്നപ്പോൾ അനീഷിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് മുറിവേൽക്കുന്ന ഒരു ഇതാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ പയ്യൻ കിടക്കുന്നത്, അമ്മ വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയോട് സംസാരിക്കുന്നത്, പിന്നെ ഒരുപാട് ഓവറായിട്ട് കിടന്ന് ഷോയൊന്നും കാണിക്കാതെ അയാളുടെ ആ വികാരം അത് അയാൾ കൃത്യമായിട്ട് അവിടെ ഇത് പറഞ്ഞു. അമ്മ വരുമെന്ന് അറിയത്തില്ലായിരുന്നു, പിന്നെ അച്ഛനെ മറന്നിട്ടില്ല. അച്ഛൻ വന്നിട്ടില്ലെങ്കിൽ അച്ഛൻ ഞാൻ അച്ഛന് ഇത് പറയണം, ഒരു കുഞ്ഞാകുന്ന, അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര മുതിർന്നാലും എത്ര പ്രായമായാലും നമ്മുടെ അമ്മയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തീരെ കുട്ടിയാകും, എത്ര ഏജിലാണെന്ന് പറഞ്ഞാലും. അതിൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു ഇന്ന് കാണിച്ചത്. പിന്നെ അനീഷിൻ്റെയും പിന്നെ ഈ ബിന്നിയുടെയും കൂടെ ഫൈറ്റ് അത് റീസണബിൾ ആണ് കേട്ടോ. മീൻസ് അനീഷ് കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു റീസൺ വേണ്ടിയിട്ടാണ്, ആ റീസൺ കറക്റ്റുമാണ്. ബിന്നി അവിടെ റോങ് ആണെങ്കിലും അനീഷിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ബിന്നിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അനീഷിൻ്റെ അടുത്ത് കഴിഞ്ഞ തവണയും പറഞ്ഞൊരു കാര്യമാണ് ഇത്തരത്തിൽ മിസ്ബിഹേവ് ചെയ്യരുതെന്ന്. ചെവിയിൽ കയറിയിരുന്നുണ്ട് ഞാൻ പറയരുതെന്ന് പറഞ്ഞാൽ അനീഷ് അത് കേൾക്കാറില്ല. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ആക്കണമെന്ന് തോന്നി. ഇത്തവണ അനീഷ് ഞാൻ വോട്ട് ചെയ്യത്തില്ല, വൃത്തിയിട്ടവൻ അവിടെ നിൽക്കട്ടെ, ചില്ലറ കുഴപ്പമൊന്നുമല്ല, ചുമ്മാ കിടന്നുകൊണ്ട് ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയില്ലാത്ത ഒരിത്. പിന്നെ ഏറ്റവും കൂടുതൽ സദാചാരം പറഞ്ഞ ഒനിലിനെ അടുത്ത തവണ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് പുറത്താക്കണം. കാരണം ഒനിൽ അവിടെ നിൽക്കാൻ യാതൊരു രീതിയിലും അർഹനല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഒനിലിനെ അവിടെ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബെന്നിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ഈ വിവരം നേരത്തെ പറയുന്നുണ്ട്. പ്രിഡിക്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മീൻസ് നമുക്കറിയാമല്ലോ എന്താണ് നടക്കണമെന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ക്യൂരിയോസിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവർ വന്നത്, അവരുടെ പ്രണയം, അവരുടെ ആ ഇൻറ്റിമസി, പിന്നെ കൊണ്ടുകിടന്ന എല്ലാവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു സൂചന പോലും അവൻ കൊടുക്കുന്നില്ല അവൾക്ക് കുത്തിത്തിരിപ്പ് ഉള്ള പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അവൻ പറയുന്ന ഒരു കാര്യം, ഞാൻ വന്നൊന്നും പറഞ്ഞ് നീ അടങ്ങുമൊന്നും വേണ്ട, നീ അങ്ങോട്ട് സ്ട്രോങ് ആയിക്കോ എന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിക്കോന്നു. അതിന് അവളുടെ ഉത്തരവാണ് എന്നെ ചിരിപ്പിച്ചത്. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ലേഡി ക്യാപ്റ്റൻ ആണ് എന്നുള്ളത്. ആക്ച്വലി പുറത്തുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ബിന്നി എല്ലാവരും കൺസിഡർ ചെയ്യുന്നതെന്നൊരു സൂചന പോലും അയാളെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഒരു ഫാമിലിയെ ഇത്ര ദിവസം താമസിപ്പിക്കാമെന്നൊരു തീരുമാനമെടുക്കുന്നത്. മേ ബി അക്ബർ പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ പോകാൻ നേരം അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഞാൻ അക്ബറിന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമുള്ള, അക്ബർ ആണല്ലോ ബിഗ് ബോസ്, അപ്പോൾ കൂടെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ആയിരിക്കാം. ഏതായാലും അതിട്ട് കലവിട്ട് ഉടച്ചിട്ടുണ്ട്, ആദിലെ ഒന്ന് കരയിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അക്ബറിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ഒരു ക്രിമിനൽ മൈൻഡാണ് അതിനകത്തൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യം എന്തായാലും ബിഗ് ബോസ് അവന് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അവൻ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത്. നവീൻ കുറച്ച് ഓവറായിരുന്നു, അത് എല്ലാ ഫാമിലിയോടും അവൻ കുറച്ച് ഓവറായിരുന്നു. ഒരു കുട്ടിത്തം കളിക്കൽ, ഒരു തുള്ളൽ, ബഹളം, പുള്ളിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. പുറത്തിറങ്ങി വന്നിട്ട് ഇത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ കാറ്റഗറി എല്ലാം ഇങ്ങനെ തന്നെ ഒരുമാതിരി ഓവറായിട്ട് കിടന്ന് കുണുക്കമാണ്. ആ കുണുക്കമാണ് അവിടെ കാണിച്ചത്. LGBTQൻ്റെ ഒരു ലെവൽ തന്നെയാണ് അവൻ അവിടെ പെർഫോം ചെയ്തതെന്നാണ് തോന്നിയത്. ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എപ്പിസോഡ് കാണുന്നത് പോലെയല്ല ഇന്നത്തെ എപ്പിസോഡ്. വളരെ വൈകാരികമായി, വളരെ വിഷമത്തോടു കൂടി ഇരുന്ന് കണ്ടു. കരയുക തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഷാനവാസ് അവിടെ നിന്ന് കരയുന്ന കണ്ടപ്പോൾ ആ നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ. 50-60 ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിനെ കാണുകയാണ്. പക്ഷേ ഒരു കൂട്ടിനകത്ത് കൂട്ടിയിട്ടിട്ട് ഇന്ന ടാസ്ക് ചെയ്താലേ നിനക്ക് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണൊക്കെയുള്ള ഒരു വേദനയുണ്ടല്ലോ. ഒരുതരം പുഴുക്കം തന്നെ കേട്ടോ. എന്തായാലും അതൊരു സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. അനീഷ് എത്ര വിചാരിച്ചിട്ടും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പം അനീഷ് നെർവസായി വീഴുന്നുണ്ട്. BP ഒക്കെ ഡൗൺ ആയി പോകും. അത്രത്തോളം മെൻ്റൽ ഇത് കൊടുക്കുന്നു, പ്രഷർ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അയാളുടെ കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങിയത് കണ്ടിട്ടാണ് ടാസ്ക് ഇൻകംപ്ലീറ്റഡ് ആയിട്ടും പുറത്തേക്ക് വന്നോളൂ എന്നൊരു ഫോമിലേക്ക് ബിഗ് ബോസ് എത്തിയെന്ന് തോന്നുന്നു. ഇത്രയ്ക്കൊക്കെ ചെയ്യുന്നത് 7ൻ്റെ പണിയെന്നൊന്നും അല്ല പറയുക, ഇതൊക്കെ ഹറാമറപ്പാണ്. അവസാനം കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും സംഭവിക്കുമ്പം മനസ്സിലാകും ഈ ചെയ്തതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന്. ചെറിയ കാര്യം മതി ആൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനായിട്ട്. പേരൻസിനെ, പ്രത്യേകിച്ച് അമ്മയെ കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അമ്മയെ തൊടണമെന്നുണ്ടെങ്കിൽ നീ ടാസ്ക് കംപ്ലീറ്റ് ഇടുന്നു. ഞാനാണെങ്കിൽ എല്ലാം വലിച്ചറിഞ്ഞിട്ട് ഞാൻ പോയി അമ്മയെ തൊട്ടിട്ട് വന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചെയ്തേൻ, അല്ലാതെ ഇമ്മാതിരി ചെയ്തൊന്നും ചെയ്യരുത്. എന്തായാലും കൊള്ളാം, അത് ടാസ്ക് അല്ലേ, ഗെയിം അല്ലേ എന്നൊക്കെ പറയാം. ഇതുവരെയും ഞാൻ മിക്കവാറും ഇങ്ങനെ ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ പട്ടിഷോയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പിന്നെ അങ്ങോട്ടല്ലേ പോകുന്നത്, ഒരു 50 ദിവസം മാറി നിന്ന് പറഞ്ഞാൽ അപ്പം പ്രവാസികളോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് സത്യമായിട്ടും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഷാനവാസിൻ്റെയും
അനീഷിൻ്റെയും ഫാമിലി വന്നപ്പോൾ ഒക്കെ തോന്നിയത്. മറ്റേതിൻ്റെ തോന്നാത്തത് അവർ തിരിച്ചു പോകാത്തത് കൊണ്ടായിരിക്കാം, ബെന്നിയുടെ ഹസ്ബൻഡ് തിരിച്ചു പോകാത്തത് കൊണ്ടായിരിക്കാം അത് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു വിഷമമുള്ള ഫീലിംഗ് ഒന്നും തോന്നാത്തത്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. എപ്പിസോഡ് റിവ്യൂ ശരിയാവുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാന്നറിയാം, കൂടുതൽ പറയാൻ താല്പര്യമില്ല. ഈ ഒരു വിഷയത്തിൽ തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പിന്നെയും അത് കാണുന്നുണ്ടായിരുന്നു. എപ്പിസോഡിലേക്ക് അത് ഇട്ടത് നന്നായി. എനിക്കത് ഡേ ടൈമിൽ കാണാൻ പറ്റിയില്ല, ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു. പക്ഷെ അത് ഭയങ്കര മിസ്സിങ് ആയി തോന്നുന്നു. ഇനിയുള്ളതൊന്നും മിസ് ചെയ്യത്തില്ല. ഫാമിലി എല്ലാം കാണണം, മെനക്കെട്ടിരുന്ന് കാണണം. ഫാമിലി വരുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ അത് തീർച്ചയായിട്ടും കാണണം. പക്ഷെ ഇത്രയും വൈകാരികമായി മാറ്റിയുള്ളവർ എടുക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇത് കുറച്ച് ഓവറായിരുന്നു. ഐ മീൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളെയും കൂടെ കരയിപ്പിച്ചു. സത്യം ഞാൻ ഭയങ്കര സങ്കടം തോന്നി. അതും ആ കുഞ്ഞിൻ്റെ കേസിൽ അസാധ്യ സങ്കടം തോന്നി, പേടി തോന്നി. ഇനി കാണാതെ അവർ തിരിച്ചു പോകുന്ന ഒരു വാണിംഗും കൂടെ ബിഗ് ബോസ് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ അവർക്ക് ഇനി കിട്ടത്തില്ലേ, അവന് കാണാൻ പറ്റത്തില്ലേ എന്നൊരു ഭയം എനിക്കുമുണ്ടായിരുന്നു. സോ ഇന്നത്തത് കുറച്ച് ഏഴിൻ്റെ പണി തന്നെയാണ്, ഒരു വൃത്തികെട്ട ഏഴിൻ്റെ പണിയായി പോയി എന്ന് മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.